ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അത് ഡ്രഗ് ഡീലറുമായി പരിചയമുണ്ട്, ഇടപാടുകളുണ്ട് എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നടപടിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ലഹരി പരിശോധനയ്ക്കിടെ ഇറങ്ങിയോടിയ നടൻ ഒടുവിൽ പോലീസിന് മുന്നിൽ ഹാജരാകുമ്പോൾ അവിടെ അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഗോകുൽ, നേരത്തെ തന്നെ ഷൈൻ ടോം ചാക്കോയോട് പോലീസ് ചോദ്യം ചെയ്യൽ അവസാനിച്ച ശേഷം അയാളുടെ മൊഴികൾ വിലയിരുത്തിയ ശേഷം അറസ്റ്റിലേക്ക് കടക്കുകയാണ് എന്ന് അറിയിച്ചിരുന്നു. അതായത് അറസ്റ്റ് നടപടികൾക്ക് തുടക്കം കുറിച്ചെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ ആ നടപടികൾ പൂർത്തീകരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. NDPS നിയമത്തിലെ 27, 29 വകുപ്പുകൾ പ്രകാരം നടൻ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ വിവരം ഷൈൻ ടോം ചാക്കോയുടെ അഭിഭാഷകനെയും അറിയിച്ചിട്ടുണ്ട്. ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി FIR രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതിയെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുന്നാകെ ഹാജരാക്കും. അതിനു മുൻപ് വൈദ്യ പരിശോധന നടത്തുകയും ചെയ്യും. ഏതായാലും മലയാള സിനിമയിൽ വീണ്ടും ഒരു ലഹരി കേസിൽ ഒരു നടൻ രണ്ടാമത് അറസ്റ്റിലാകുന്ന ആദ്യ സംഭവമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. നേരത്തെ കൊക്കൈൻ കേസിലും സമാനമായ രീതിയിൽ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിനെ കണ്ട് പേടിച്ചൊളിച്ചോടി തമിഴ്നാട്ടിലെത്തിയ ഷൈൻ ടോം ചാക്കോ തിരിച്ച് വിളിച്ചു വരുത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തി, അത് സജീവമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പോലീസ് കണ്ടെത്തിയതോടെയാണ് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റിലേക്ക് നടപടികൾ കടന്നത്. പലതവണ പണമിടപാടുകൾ നടന്നതായി പോലീസ് കണ്ടെത്തുകയും അതിന്റെ രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. അത് ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോയെ തന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു.